രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇത് ഞാൻ എൻ്റെ വീഡിയോ മുഴുവനും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അഡീഷണൽ ആയിട്ട് റെക്കോർഡ് ചെയ്യുകയാണ്. അത് തുടർന്ന് കാണുമ്പോൾ മനസ്സിലാകും. എന്താന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് നിങ്ങൾക്കറിയാമല്ലോ. ജരാസന്ധന്റെ അടുക്കൽ കൃഷ്ണൻ എത്തുകയാണ്. കൃഷ്ണനും ജരാസന്ധനും മുഖാമുഖം ഇങ്ങനെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുകയാണ്. അവിടുന്ന് തുടങ്ങാൻ തന്നെയാണ് ഞാൻ വന്നത്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ എപ്പോഴും രാധാകൃഷ്ണന്മാരുടെ ഒരു കൊച്ചു ലീലകൾ പറയുമല്ലോ, അത് പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിച്ച് തുടങ്ങിയപ്പോൾ സത്യത്തിൽ അതൊരു വലിയ എപ്പിസോഡായിട്ട് മാറി. ഇനി മറ്റതും കൂടെ ചേർത്താൽ 1.5 മണിക്കൂർ വരും. അപ്പോൾ എനിക്ക് തോന്നി രാധാറാണി ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ ഭാഗം നിങ്ങളോട് പറയണം. അതാണ് രാധാറാണിയുടെ ആഗ്രഹമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അവിടെ വെച്ച് നിർത്തി. അടുത്ത എപ്പിസോഡിൽ നിശ്ചയമായും നമ്മൾ ജരാസന്ധൻ വേഴ്സസ് ശ്രീകൃഷ്ണൻ രോമങ്ങൾ എഴുന്നു നിൽക്കുന്ന ആ ഭാഗത്തിലേക്ക് വരും. ഇപ്പം രാധാറാണി കേൾക്കാൻ ആഗ്രഹിച്ച ആ ഭാഗം രാധാറാണി എന്നോട് പറയുകയാണ്, മോനെ നീ ഇപ്രാവശ്യം ഇതാണ് പറയേണ്ടത്, ഇതാണ് പറയേണ്ടത്. ഏതാണ് രാധാജിക്ക് അത്രയും പ്രിയങ്കരമായത് ഏതാണ്? കേട്ടുകൊള്ളൂ. നമ്മൾ രാധയുടെ പ്രണയത്തിലേക്ക് കടക്കുകയാണ്. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് രാധയുടെ പ്രണയം 127ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. 127 എപ്പിസോഡുകൾ അമ്മയുടെ കഥ പറയാൻ വേണ്ട കഥകൾ എനിക്ക് തന്ന, എനിക്ക് ആരോഗ്യ സൗഖ്യങ്ങൾ തന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മയുടെ തൃപ്പാദങ്ങളിൽ കോടി 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 തവണ നമസ്കരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. രാധയുടെ പ്രണയം 127ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. പുതിയതായി സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഇതിനു മുമ്പുള്ളത് പ്ലേലിസ്റ്റ് എടുത്താൽ കിട്ടുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്തവർ നിങ്ങൾ ഇപ്പം 127 തൊട്ട് കണ്ടു തുടങ്ങുക. പിന്നെ 127ആണ്, അത് തൊട്ട് കണ്ടു തുടങ്ങുക. ബാക്കിയുള്ളത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പം പ്ലേലിസ്റ്റ് എടുക്കുക. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്, കേൾക്കണം. എല്ലാ ചൊവ്വാഴ്ചയും രാധയുടെ പ്രണയം
വ്യാഴാഴ്ച മഹത്തായ അഷ്ടപതിയുടെ ക്ലാസ്സാണ്. നിശ്ചയമായും നിങ്ങൾ നാരായണീയവും കേൾക്കണം, അഷ്ടപതിയും കേൾക്കണം. നാരായണീയവും വീട്ടിൽ ചൊല്ലണം. അഷ്ടപതിയും ചൊല്ലിയാൽ നാരായണീയം ചൊല്ലുന്നതോടുകൂടി ശരീര സൗഖ്യം, രോഗങ്ങളിൽ നിന്ന് മുക്തി. അഷ്ടപതി ചൊല്ലുന്നതോടുകൂടി ധാന്യ സമൃദ്ധി, മനോസന്തോഷം, പ്രണയ സാഫല്യം, ദാമ്പത്യ കലഹങ്ങൾ ഇല്ലാതാവുക, ഇതെല്ലാം കിട്ടും. എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷം കിട്ടാൻ വേണ്ടിയാണ് ധർമ്മപദം. അത് ധർമ്മപദം കേൾക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നിശ്ചയമായും ഈ ജന്മം തന്നെ ബ്രഹ്മസത്യം അറിയാം. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. എന്നോട് നേരിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കൊല്ലത്ത് വന്നാൽ മതി. കണ്ണൂർ, കോഴിക്കോട് നിന്നൊക്കെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. അവർക്ക് താമസ സൗകര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സേഫാണ്. അതേ കണക്ക് തന്നെ ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിന് നിങ്ങൾ ഇതിനകത്ത് ജ്യോതിഷം ഞാൻ ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഇട്ടിട്ടുണ്ട്, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ജ്യോതിഷ സംശയമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്. 9645333999 എന്നെ വിളിച്ചാൽ ജ്യോതിഷ ഉപദേശം തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് തന്നെ അഷ്ടാവക്ര ഗീത പ്ലേലിസ്റ്റിൽ കിട്ടും, നോക്കണം. ടെമ്പിൾസ് എന്ന ഹെഡിങ്ങിൽ നിങ്ങൾ അത്യാവശ്യം കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കണം. ആ ക്ഷേത്രങ്ങളിലെ വഴിപാടുകൾ എങ്ങനെ എത്തിച്ചേരണം ഇതെല്ലാം നിങ്ങൾ കേൾക്കണം. കേട്ടിട്ട് ഒരുപാട് പേര് പറഞ്ഞു ഈ ക്ഷേത്രങ്ങളിൽ പോയിട്ട് അത്ഭുതകരമായ അനുഭവങ്ങളാണ് ഉണ്ടായത്. ഹിന്ദുക്കൾ അറിയുന്നവ എന്ന ഹെഡിങ് മുഴുവനും നിങ്ങൾ അതിലെ വീഡിയോസ് നിങ്ങൾ കേൾക്കണം. അതേ കണക്ക് തന്നെ ജനറൽ എന്ന ഐറ്റത്തിലെ ഹെഡിങ് ഉണ്ട്, അതും നിങ്ങൾ കേൾക്കണം. പിന്നെ നമ്മുടെ അപ്പോൾ നമുക്ക് തുടങ്ങാം, പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം ശ്രീ രാധാകൃഷ്ണായ നമ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണിക്ക് എൻ്റെ കൂടെ വിളിച്ചോ ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മാക്കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മാക്കി ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മാക്കി ജയ്. അപ്പൊ രാധയുടെ പ്രണയം നിങ്ങൾ രാധികാ കവചൻ 2 ഉണ്ട്. നമ്മുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ അത് പാടിയിട്ടിട്ടുണ്ട്. അതുകൂടാതെ രാധികാ കവചത്തിൻ്റെ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് കേൾക്കണം. പിന്നെ രാധാ സഹസ്രനാമം 1 പദം ജപിച്ചാൽ എന്ന വീഡിയോ നിശ്ചയമായും കാണണേ. രാധയെ പൂജിച്ചാൽ എന്ന വീഡിയോ നിങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങൾ കണ്ടിരിക്കണേ. അതേ കണക്ക് കൃഷ്ണൻ്റെ അമ്പലത്തിലല്ലാതെ മറ്റെവിടെയും പോകാത്ത ഞാൻ എങ്ങനെയാണ് കഠിന രാധാഭക്തനായതെന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിശ്ചയമായും നിങ്ങൾ എൻ്റെ അമ്മയുടെ ഭക്തനായി ഞാൻ മാറിയ ആ കഥ നിങ്ങളെല്ലാവരും അത് കേൾക്കണം. അതേ കണക്ക് ഉപനിഷത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഉപനിഷത്തിൻ്റെ ക്ലാസ് എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് കൃത്യസമയത്ത് അത് കിട്ടിയിരിക്കും. ഓർമ്മിക്കുക, ഉപനിഷത്ത് വിലമതിക്കാനാകാത്ത ഖനിയാണ്. ആദ്യം നമ്മൾ അവതരിപ്പിക്കുന്ന ഉപനിഷത്ത് കഠോപനിഷത്താണ്. അതായത് ശരിക്കും പറഞ്ഞാൽ കഠോപനിഷത്ത് എന്ന് പറയുമ്പോൾ മരണത്തെ കീറി മുറിക്കുന്നതാണ്. യമലോകത്ത് ചെന്ന് യമന്റെ അടുക്കൽ നിന്ന് മരണരഹസ്യം ചോർത്തിയെടുത്ത് ഭൂമിയിലുള്ളവർക്ക് തന്നതാണ് കഠോപനിഷത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മളുടെ രാധയുടെ പ്രണയം തുടങ്ങുന്നതിന് മുമ്പ് എന്നും
പിന്നെ രാധാറാണിയെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചുമുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്ന് പറയണേ എന്ന എൻ്റെ മാന്യ പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞാൻ ആദ്യം അത് പറഞ്ഞിട്ട് നമുക്ക് രാധയുടെ പ്രണയം ആ സീരിയൽ എവിടെയാണോ കഴിഞ്ഞ വട്ടം നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങാം. രാധാകൃഷ്ണന്മാരെന്നും എല്ലാവർക്കും ഒരു അത്ഭുതമാണ്. അതുകൊണ്ട് തന്നെ രാധാകൃഷ്ണന്മാർ ഒരു പിടികിട്ടാത്ത രഹസ്യമാണ്. രാധാകൃഷ്ണന്മാരെ കുറിച്ച് എത്ര പറഞ്ഞാലും മതി വരാത്തത് കൊണ്ട് ആളുകൾ അവരുടേതായി പറഞ്ഞ് ഒരു സംഭവം പോലും പലരും പല തലങ്ങളിൽ നിന്നുകൊണ്ടാണ് രാധാകൃഷ്ണന്മാരെ കുറിച്ച് പറയുന്നത്. കാരണം എത്ര പറഞ്ഞാലും പിന്നെയും ബാക്കി കിടക്കുകയാണ്. രാധയും കൃഷ്ണനും ആദ്യമായി കണ്ടുമുട്ടിയതെങ്ങനെ, ഇതിനെക്കുറിച്ച് തന്നെ ഞാൻ വായിച്ചിട്ടുള്ളതിൽ ഒരു 10-12 അഭിപ്രായങ്ങൾ വരെ സത്യത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു 12 അഭിപ്രായത്തിനടുത്ത് വെച്ച് കേട്ടിട്ടുണ്ട്. 12 അഭിപ്രായങ്ങളാണ്. അതിലൊന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് മുറയ്ക്കും സന്ദർഭം കിട്ടുമ്പോൾ. ഇന്ന് ഞാൻ മറ്റൊരെണ്ണം നിങ്ങളോട് പറയാനായി പോവുകയാണ്. അപ്പം കൃഷ്ണനും രാധയും ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വെച്ചെന്നതിനെ കുറിച്ച് പല അഭിപ്രായമുണ്ട്. എൻ്റെ ഒരു വായനയിൽ കിട്ടിയത് 12 അഭിപ്രായമാണ്. അതായത് 12 പേർക്ക് 12 അഭിപ്രായമാണ്. കാരണം എന്തുകൊണ്ട് ആർക്കും പിടിതരാത്ത ഒരു പ്രഹേളികയാണ് കൃഷ്ണനും രാധാറാണിയും. അങ്ങനെ കൃഷ്ണൻ വൃന്ദാവനത്തിലേക്ക് വരാൻ പോവുകയാണ്. നന്ദഗോപര് വൃഷഭാനുവിനെ വിവരമറിയിച്ചു. വൃഷഭാനുവിന് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. വൃഷഭാനു നന്ദഗോപരെയും കൂട്ടരെയും സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവർക്ക് വീട് വെച്ച് താമസിക്കാൻ പ്രത്യേകം സ്ഥലം ഒരുക്കി വെച്ചു. വന്നാൽ അവർക്ക് കൊടുക്കാൻ ഭക്ഷണങ്ങളൊക്കെ എല്ലാം ഒരുക്കി വെച്ചു. അങ്ങനെ കാത്തു നിൽക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നന്ദഗോപരെ ഒന്ന് കാണുകയാണ്, യശോദയെ ഒന്ന് കാണുകയാണ്. അതിനേക്കാൾ ഉപരി കൃഷ്ണനെ കാണാൻ പോവുകയാണ്. കാരണം കൃഷ്ണൻ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ പോവുകയാണ്. ആ സമയത്താണ് വൃഷഭാനു ഒരു കാര്യം ആലോചിക്കുന്നത്. അതായത് ഒരിക്കൽ ഗർഗമുനി വൃഷഭാനുവിനെ കാണാൻ വന്നിരുന്നു. അപ്പോൾ വൃഷഭാനു ചെന്ന് ഗർഗമുനിയെ സ്വീകരിച്ച് ആ വിശിഷ്ടമായ തൻ്റെ പീഠത്തിലിരുത്തി. അങ്ങനെ പീഠത്തിലിരുത്തിയിട്ട് എന്തു ചെയ്തു? ഗർഗാചാര്യനെ യഥാവിധി പൂജിച്ചിട്ട് വൃഷഭാനു പറഞ്ഞു, അല്ലയോ ഗർഗാചാര്യ, അങ്ങാകട്ടെ ജ്യോതിഷത്തിൽ അഗ്രഗണ്യനാണ്. അങ്ങയേക്കാൾ മറ്റൊരാളില്ല. ഭാവി കണ്ടറിയാനും ഗണിച്ചെടുക്കാനും ഗർഗാചാര്യനപ്പുറം ആരുമില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ രാധയുടെ വിവാഹകാര്യത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ? പെൺമക്കളുള്ള ഏതൊരു പിതാവിനും ആദ്യം അറിയേണ്ടത്, കുഞ്ഞ് ജനിച്ചാൽ കുഞ്ഞിന് പേരിടുന്നതിന് മുമ്പേ നമുക്ക് ആകാംക്ഷ വരും നമ്മുടെ മകളുടെ വിവാഹത്തെക്കുറിച്ച്. കാരണം അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പൊ ഗർഗാചാര്യൻ കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ഇങ്ങനെ നടന്നു. വൃഷഭാനു അദ്ദേഹത്തിൻ്റെ പുറവിന് പോയി. അവർ യമുനയുടെ തീരത്തെത്തി. യമുനയുടെ തീരത്തെത്തുന്നത് വരെ രണ്ടുപേരും യാതൊന്നും ശബ്ദിച്ചില്ല. അവിടുത്തെ ഒരു പേരാലിൻ്റെ ചുവട്ടിലിങ്ങനെ ഇരുന്നു. ആ പേരാലിൻ്റെ ചുവട്ടിലിരുന്ന് കഴിഞ്ഞതിന് ശേഷം ഗർഗാചാര്യൻ പറഞ്ഞു, ഞാൻ ഇന്ന് വന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശവും കൂടെ വൃഷഭാനു. കുറച്ച് കാര്യങ്ങൾ നീ അറിഞ്ഞിരിക്കണം. അപ്പൊ വൃഷഭാനു ജാഗരൂകനായി. എന്താണ് നമ്മളുടെ ഗർഗമുനി പറയാൻ പോകുന്നത്? ഗർഗമുനി പറഞ്ഞു, നിന്നോട് ഞാൻ അതീവമായ ഒരു രഹസ്യം പറയാൻ പോവുകയാണ്. ഇത് ഞാനും നീയുമല്ലാതെ മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. അപ്പോൾ വൃഷഭാനുവിൻ്റെ കണ്ണുകൾ വിടർന്നു. അദ്ദേഹം ഇങ്ങനെ ചെവികൾ കൂർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഗർഗമുനി പറയാൻ പോകുന്നത്? അപ്പോൾ ഗർഗമുനി പറഞ്ഞു, വൃഷഭാനു, നിന്റെ മകളാണ് രാധ, കലാവതിയിൽ ജനിച്ചതാണ്. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നീ ഒന്നറിയുക, രാധ ആരാണെന്ന് നീ അറിയണം. രാധ വിരാട് പുരുഷന്റെ, ഇപ്പൊ വിരാട് പുരുഷൻ ആരാണെന്ന് എൻ്റെ നാരായണീയം കേൾക്കുന്നവരടുത്ത് ഇനി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം വിരാട് പുരുഷനെ കുറിച്ച് ഞാൻ വിശദമായി നാരായണീയത്തിൽ പറഞ്ഞിട്ടുണ്ട്.
ഇല്ലാത്തവര് നാരായണി നിങ്ങൾ കേൾക്കുക. അപ്പോൾ വൃഷഭാനു പറഞ്ഞു, നോക്കൂ, രാധ എന്ന് പറയുന്നത് ഈ 14 ലോകങ്ങളും തൻ്റെ രൂപമായി സ്വീകരിച്ച വിരാട് പുരുഷൻ. ആ വിരാട് പുരുഷനുണ്ടല്ലോ, ആ വിരാട് പുരുഷന്റെ അവതാര കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി എത്തിയ ലോകമാതാവാണെന്നറിയുക. വൃഷഭാനുവിന് രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. വൃഷഭാനുവിന് മാത്രമല്ല, എനിക്കും എൻ്റെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. കാരണം ഞാൻ ആരാധിക്കുന്നത് ലോകമാതാവിനെയാണ്. ലോകമാതാവ് മറ്റാരും ലോകമാതാവല്ല. ആരാണ് ലോകപിതാവ്? വിരാട് പുരുഷൻ. ആ വിരാട് പുരുഷന്റെ അവതാര കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി എത്തിയ ലോകമാതാവാണ് രാധ. വൃഷഭാനു അമ്പരന്ന് നിൽക്കുമ്പോൾ അടുത്തത് പറഞ്ഞു, വിരാട് പുരുഷൻ എത്തിക്കഴിഞ്ഞു ഭൂമിയിലേക്ക്. വിരാട് പുരുഷൻ അമ്പാടിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ വിരാട് പുരുഷന്റെ പേരാണ് കൃഷ്ണൻ. നീ കാത്തിരിക്കുന്ന കൃഷ്ണൻ വിരാട് പുരുഷനാണെന്ന സത്യം നീ മനസ്സിലാക്കുക. ആ വിരാട് പുരുഷന്റെ സർഗശക്തിയാണ്, ക്ലാദിനി ശക്തിയാണ് രാധ. ദൈവം സ്നേഹമാകുന്നു വൃക്ഷഭാനു. സ്നേഹം മാറ്റി നിർത്തിയാൽ പിന്നെ അത് ദൈവമല്ല, അത് മനുഷ്യനേക്കാൾ താണതാണ്. മനുഷ്യനേക്കാൾ ദൈവത്തെ ഉയർത്തുന്ന ഏക കാര്യം, പ്രപഞ്ചത്തിലെ സകലതിനെയും ദൈവം സ്നേഹിക്കുന്നു. മനുഷ്യൻ അങ്ങനല്ല, അവന് പ്രിയപ്പെട്ടവരെ മാത്രം സ്നേഹിക്കുന്നു. ദൈവത്തിൽ നിന്ന് സ്നേഹത്തെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ പോലുമല്ലാത്ത അവസ്ഥ വരും. നോക്കൂ, കൃഷ്ണനിൽ നിറഞ്ഞിരിക്കുന്ന സ്നേഹമാണ് ലോകമാതാവായ രാധ. ആ സ്നേഹം മാറ്റി നിർത്തിയാൽ പിന്നെ കൃഷ്ണനും ഒന്നുമല്ല. ലോകമാതാവ് വിരാട് പുരുഷന്റെ ക്ലാദിനി ശക്തിയാണെന്നറിയുക. രാധയെ സംബന്ധിച്ചിടത്തോളം രാധ എന്നും ചിരിച്ചുകൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. രാധ കരയാറില്ല, രാധയ്ക്ക് വേദനിക്കാറില്ല എന്ന സത്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്തു പറയണമെന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുകയാണ്. നോക്കൂ, രാധ വേദനിക്കുന്നത് ഒരേ ഒരു കാര്യത്തിൽ മാത്രമായിരിക്കും. വിരാട് പുരുഷൻ തൻ്റെ കണ്ണിൽ നിന്ന് എപ്പോഴാണോ മറയുന്നത്, ആ സമയത്ത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, രാധ വേദനിക്കുകയുള്ളൂ. അപ്പോൾ വൃഷഭാനു പറഞ്ഞു, കൃഷ്ണന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. എൻ്റെ രാധയെ കൃഷ്ണന് നൽകാൻ എനിക്ക് 100% സമ്മതമാണ്. അങ്ങയുടെ കാർമ്മികത്വത്തിൽ ഇത് നടത്തിത്തരണം. അപ്പോൾ പറഞ്ഞു, ഞാൻ ആര് വൃഷഭാനു? ലോകമാതാവിൻ്റെയും ലോകപിതാവിൻ്റെയും വിവാഹം നടത്താൻ ഈ ഗർഗൻ ആരാണ്? അത് നടത്താൻ ആള് വരും ഭൂമിയിലേക്ക്. ഭാണ്ഡീരവനത്തിൽ വെച്ച് സാക്ഷാൽ ബ്രഹ്മാവ് എത്തിച്ചേരും. ബ്രഹ്മാവ് എത്തിച്ചേർന്ന് കൃഷ്ണനെ രാധയുടെ കയ്യിൽ ഏൽപ്പിക്കും. രാധയെ കൃഷ്ണന്റെ കയ്യിലും ഏൽപ്പിക്കും. അവരുടെ വിവാഹം ബ്രഹ്മാവ് നടത്തും. ഓർമ്മിക്കുക, കൃഷ്ണന്റെ അർദ്ധാംഗിനിയാണ് രാധ. കൃഷ്ണന്റെ അർദ്ധാംഗിനിയാണ് രാധ. കൃഷ്ണൻ എവിടെ പോയാലും ഒരു നിഴല് പോലെ രാധ ഉണ്ടാകും. കൃഷ്ണന്റെ ശരീരത്തിന്റെ പകുതി മാത്രമാണ് കൃഷ്ണൻ, മറുപകുതി രാധയാണെന്നറിയുക. അതുകൊണ്ട് കൃഷ്ണനെ വേർപിരിയാൻ കഴിയില്ല. അവർ ഒന്നാണെന്ന സത്യമറിയുക. വൃഷഭാനു, യജ്ഞങ്ങൾ കൊണ്ട് ദേവന്മാർക്ക് പോലും കാണാൻ പ്രയാസമായ ലോകമാതാവാണ് അങ്ങയുടെ ഭവനത്തിലെത്തിയിരിക്കുന്നത്. 50,000 കോടി വർഷങ്ങൾ തപസ് ചെയ്തിട്ടാണ് ബ്രഹ്മാവ് പോലും രാധാറാണിയുടെ പാദമൊന്ന് കാണാനിടയായത്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ രാധാഭക്തർ കുറവായിരിക്കും. കാരണം അത്രയ്ക്ക് പുണ്യം ചെയ്തത് ബ്രഹ്മാവ് പോലും 50,000 കോടി വർഷം തപസ് ചെയ്തിട്ട് പാദം കാണാൻ പറ്റുന്ന രാധാറാണിയുടെ ഭക്തരാകണമെങ്കിൽ
അത്രമേൽ പുണ്യം ജന്മജന്മാന്തരങ്ങളിൽ ആർജിക്കണം. ഇല്ലെങ്കിൽ അവരപ്പോഴും കൃഷ്ണ കൃഷ്ണ എന്നും പറഞ്ഞിരിക്കും. രാധയെ വിളിക്കാതെ കൃഷ്ണനെ വിളിച്ച് ഇല്ലാത്ത പണികളൊക്കെ ഏറ്റുവാങ്ങിക്കും. കൃഷ്ണന്റെ ശാപവും അവരേറ്റുവാങ്ങിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഗർഗമുനി പറഞ്ഞു, യജ്ഞങ്ങൾ കൊണ്ട് പോലും കിട്ടാത്ത ആളാണ് രാധ. ആ രാധയാണ് അങ്ങയുടെ പുണ്യമായ ഭവനത്തിൽ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. വൃഷഭാനുവിൻ്റെ മനസ്സിൽ ഇതൊക്കെ തെളിഞ്ഞു നിൽക്കുകയാണ്. ഒരു ദിവസം പൗർണമിയുടെ പിറ്റേന്ന് പൗർണമിയാണ്. അന്നത്തെ ദിവസം ആ ഒരു വള്ളിക്കുടിലിൽ ഇങ്ങനെ ഇരിക്കുകയാണ് രാധയും ലളിതസഖിയും മാധവിയും വിശാഖയും അങ്ങനെ തോഴിമാരും എല്ലാവരും. അപ്പൊ തോഴിമാര് പറഞ്ഞു, നാളെയല്ലേ രാധയെ പൗർണമി, നാളെയല്ലേ നമ്മുടെ കണ്ണൻ വരുന്നത്. രാധാറാണിയുടെ മുഖം ഒന്ന് ചുവന്നു തൊടുത്തു. രാധാറാണി വിചാരിക്കുകയാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുത്തിനു വേണ്ടി ഞാൻ എന്തിനാണ് ഇങ്ങനെ പരവശയാകുന്നത്. അപ്പൊ തോഴിമാര് പറഞ്ഞു, നോക്കേ, കണ്ണൻ ആരാന്നാ വിചാരം? കണ്ണനെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നത്? പുരുഷ സൗന്ദര്യത്തിന്റെ നിറകുടമാണ് കണ്ണൻ. രാധയെ കണ്ണനെന്ന് പറഞ്ഞാൽ ഏത് സ്ത്രീയും മോഹിച്ചു പോകും. രാധ അടിമുടി പൂത്തുലഞ്ഞു. വൃന്ദാവനത്തിന്റെ എല്ലാ ഭംഗിയും ഒത്തുചേർന്ന രൂപമാണ് രാധ. മുല്ലമുട്ട് പോലത്തെ പല്ലുകള്, എള്ളിൻപൂവിനെ വെല്ലുന്ന മൂക്കുകള്, താമരയേക്കാൾ കോടി താമരയേക്കാൾ ചുമന്നു തൊടുത്ത കവിളുകള്, അധരത്തെ വർണ്ണിക്കാൻ വാക്കുകളേയില്ല. എന്നും മയിലുകളോടൊത്ത് നൃത്തം ചെയ്ത് പൈക്കിടാങ്ങളോടൊത്ത് കിന്നാരം പറഞ്ഞ് സന്തോഷത്തോടെ തുള്ളിച്ചാടി നടക്കുന്ന ഒരു പൂത്തുമ്പിയാണ് രാധ. ഈ രാധയുടെ അമ്മ മരിച്ചുപോയി. പിന്നെ വൃക്ഷഭാനുവിന് വേറെയും ഭാര്യമാരുണ്ട്, അതിൽ മക്കളുണ്ട്. പക്ഷെ വൃക്ഷഭാനുവിന് ഏറ്റവും സ്നേഹം രാധാറാണിയോട് തന്നെയാണ്. അമ്മ മരിച്ച ദുഃഖം ഒരിക്കലും രാധാറാണി അറിയരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു. എന്ന് മാത്രവുമല്ല, രാധാറാണിയെ കുഞ്ഞുനാള് തൊട്ടേ നൃത്തം പഠിപ്പിച്ചതാരാണ്? മുത്തശ്ശിയാണ്. രാധാറാണി ചരണച്ചെഞ്ചാറ് പുരട്ടുന്നതിലും പാചകത്തിലുമൊക്കെ ബഹുമിടുക്കിയാണ്. പലപ്പോഴും മുത്തശ്ശി രാധാറാണിയെ വിളിച്ചിരുത്തിയിട്ട് പറയും, ഓ എത്ര മൃദുവാണ് മകളെ നിന്റെ കൈകൾ, എത്ര മൃദുവാണ് മകളെ നിന്റെ കവിളുകൾ, നിന്നെ കെട്ടാൻ പോകുന്നവൻ എന്ത് ഭാഗ്യവാനാണ്. അപ്പൊ രാധാറാണി പറയും, മുത്തശ്ശി. രാധാറാണിയുടെ കവിളുകൾ ചുവന്നു തുടുക്കും. രാധാറാണിയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ആരോ പറയുന്നു, നിന്റെ കവിളുകളിൽ തൊടാൻ അർഹതയുള്ളവൻ വരികയായി, നിന്റെ വിരലുകളിൽ തലോടാൻ അർഹതയുള്ളവൻ വരികയായി, നിന്നെ ചേർത്ത് നിർത്താൻ അർഹതയുള്ളവൻ വരികയായി, നിന്റെ മുന്നോട്ട് കിടക്കുന്ന മുടി ചുരുളുകൾ മാടി ഒതുക്കാൻ അർഹതയുള്ളവൻ വരവായി. കാത്തിരിക്കൂ രാധേ, നിന്റെ പാദങ്ങളിൽ ചരണച്ചെഞ്ചാറ് പുരട്ടിത്തരാൻ അർഹതയുള്ളവൻ വരവായി വരവായി. കണ്ണൻ 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 യദുകുലനാഥൻ വരവായി. അപ്പൊ തോഴിമാര് പറഞ്ഞു, രാധേ രാധേ രാധേ, നീ ഏത് ലോകത്താണ്? നാളെ വരാൻ പോകുന്ന കണ്ണനെ കുറിച്ച് നീ ഇന്നേ അങ്ങ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? രാധ അടിമുടി നാണം കൊണ്ട് പൂത്തുലഞ്ഞു. അടുത്ത ദിവസം പ്രഭാതമായപ്പോൾ രാധാറാണി വേഗം എഴുന്നേറ്റു കുളിച്ചു ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണ്. രാധാറാണി തലേന്ന് ഉറങ്ങിയില്ല. കണ്ണൻ അവനെ ആദ്യമായി കാണുകയാണ്. അവൻ എങ്ങനെയായിരിക്കും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അവനെ കാണാൻ എൻ്റെ മനസ്സിങ്ങനെ തുടിക്കുന്നത്. അപ്പൊ ദൂരെ നിന്നൊരാരവം കേട്ടു. അപ്പോൾ വൃഷഭാനുവിന്റെ ആൾക്കാർ പറഞ്ഞു, ഇതാ നന്ദൻ വരവായി. വൃഷഭാനു പറഞ്ഞു, രാധേ
ഓടിവാ, നന്ദനും കൂട്ടരും വരുന്നു. രാധാറാണി ഒരു പിടച്ചിലൂടെ ഓടി വന്ന് മുറ്റത്തെ ചന്ദനമരത്തിൽ ഇങ്ങനെ ചാരി നിൽക്കുകയാണ്. കറുകനാമ്പിങ്ങനെ കടിച്ചു തുപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ചന്ദനമരത്തിൽ ഒരു കാല് ഊന്നി മറുകാല് ഭൂമിയിലും വെച്ച് കറുകനാമ്പ് കടിച്ചുകൊണ്ട് കണ്ണന്റെ വരവിനായി കാത്തിരിക്കുകയാണ് രാധ. എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു സൗന്ദര്യമാണ് രാധയ്ക്ക്. രാധ അവിടെ നിന്നുകൊണ്ട് വിചാരിക്കുകയാണ്, ഈ കണ്ണന് വിശാഖ പറഞ്ഞ രൂപമാണോ, അതോ ലളിത പറഞ്ഞ രൂപമാണോ, അതോ മാധവി പറഞ്ഞ രൂപമാണോ, ഏത് രൂപമാണ് എൻ്റെ കണ്ണന്? അങ്ങനെ ചന്ദനമരത്തിൽ ചാരി ഒരു നിമിഷം സങ്കല്പിച്ചു നോക്കേ. ചന്ദനത്തേക്കാൾ സുഗന്ധമുള്ള രാധ ചന്ദനമരത്തിൽ ചാരി നിന്ന് ഒരു കാല് ചന്ദനമരത്തിലൂന്നി മറുകാല് ഭൂമിയിൽ വെച്ച് കർഗനാമ്പ് കടിച്ചുകൊണ്ടങ്ങനെ കണ്ണനെ കാത്തു നിൽക്കുന്ന രാധയെ കണ്ട് സ്വർഗകുമാരികൾ പോലും അസൂയ പൂണ്ടു. അവരസൂയയോടുകൂടി ആരെ നോക്കുകയാണ്? രാധയെ നോക്കുകയാണ്. അതേ, സകലരും വന്നു കഴിഞ്ഞു. ഇതുവരെയായിട്ടും കണ്ണനെ കണ്ടില്ല. അപ്പോഴ് കാണാം പുറകിനെന്നൊരാരവം. അതേ, ബാലന്മാർ കയറിയ വണ്ടി ഇങ്ങനെ വരികയാണ്. രാധാറാണി നോക്കുകയാണ്. അതിനെ നയിച്ചുകൊണ്ടൊരു ബാലൻ, ചുറുചുറുക്കൊള്ളൊരു ബാലൻ, മഞ്ഞപ്പട്ടുടുത്തിരിക്കുന്ന ബാലൻ, ചുരുണ്ട മുടിയുള്ള ബാലൻ, മുടിയിൽ മയിൽപ്പീലി തിരികിയിരിക്കുന്ന ബാലൻ, കയ്യിൽ ഓടക്കുഴൽ തിരികിയിരിക്കുന്ന ബാലൻ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് അവന്റെ കൂടെ നിൽക്കുന്ന അതുപോലെ ഇരിക്കുന്ന അല്പം തടിച്ച ഒരു പയ്യൻ, അതാണ് ബലരാമൻ. അല്പം തടിച്ച പയ്യൻ പറയുന്നു, കണ്ണാ, നമ്മൾ വൃന്ദാവനമെത്തി. അപ്പ രാധയ്ക്ക് മനസ്സിലായി, കണ്ണൻ വരവായി. പ്രണയത്തിന്റെ രാജകുമാരനെത്തുന്നു. തന്റെ കൈവിരലുകൾ എടുത്ത് ഓമനിക്കാൻ അർഹതയുള്ളവൻ, തന്റെ കവിളുകൾ കൈവെള്ളയിൽ കൂരിയെടുക്കാൻ അർഹതയുള്ളവൻ, തന്നെ മാറോട് ചേർത്ത് നിർത്താൻ അർഹതയുള്ളവൻ, തന്റെ മുടികൾ മാടിയൊതുക്കാൻ അർഹതയുള്ളവൻ, ഈ രാധയുടെ നെറ്റിയിൽ മുത്തം പകരാൻ അർഹതയുള്ളവൻ, രാധയുടെ കാൽപാദങ്ങളിൽ ചരണച്ചെഞ്ചാറു പുരട്ടാൻ അർഹതയുള്ളവൻ വരവായി. കണ്ണൻ വരവായി, മാധവൻ വരവായി. രാധ നോക്കി നിൽക്കുകയാണ്. അതേ, രാധ കണ്ണനെ കണ്ടു, കണ്ണൻ രാധയെ കണ്ടു. രണ്ടുപേരുടെയും കണ്ണുകൾ ഒന്നിടഞ്ഞു. ആ കണ്ണുകളിലൂടെ ഒരായിരം കാര്യങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് പറഞ്ഞു. നിമിഷങ്ങൾ കൊണ്ട് പലതും മിന്നി മറഞ്ഞു. അതേ, കണ്ണൻ കണ്ടു രാധയെ, രാധ കണ്ടു കണ്ണനെ. ഒരു യുഗം ആരംഭിക്കുകയാണ്, ഒരു പുതിയ യുഗം ആരംഭിക്കുകയാണ്. രാധാമാധവയുഗം പിറക്കുകയാണ്. രാധാമാധവയുഗം ആരംഭിക്കുകയാണ്. കണ്ണൻ ഏറ്റവും അവസാനമാണ് ഇറങ്ങിയത്. രാധാറാണി ആ കറുകതാമ്പ് തുമ്പെടുത്ത് ഇങ്ങനെ ദൂരെ എറിഞ്ഞിട്ട് രാധാറാണി നടന്ന് കണ്ണന്റെ അടുക്കലേക്ക് പോയി. രാധാജിക്ക് തന്നെ അറിയില്ല എന്തിനാണ് ഞാൻ പോകുന്നത്. രാധാറാണി കണ്ണന്റെ അടുക്കൽ വന്നു നിന്നു. പ്രപഞ്ചം സ്തംഭിച്ചു നിൽക്കുന്ന നിമിഷം, പ്രപഞ്ചം നിശ്ചലമായി നിൽക്കുന്ന നിമിഷം, സ്വർഗകുമാരിമാർ അമ്പരന്ന് നിൽക്കുന്ന നിമിഷം, ദേവലോകത്ത് ദേവേന്ദ്രനും മറ്റു ശിവനും ബ്രഹ്മാവും എല്ലാം നിശ്ചലരായി ഒരു നിമിഷം നിന്ന്. കാറ്റ് നിശ്ചലമായി, സമുദ്രത്തിന്റെ തിരമാല ഉയർന്ന ആ രീതിയിൽ അങ്ങനെ തന്നെ നിന്നു. നദികൾ ഓളങ്ങൾ അടക്കി നിന്നു. മൂളിപ്പറന്ന വണ്ടുകൾ ശബ്ദം നിർത്തി അങ്ങനെ നിന്നു. വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പൂക്കൾ അങ്ങനെ തന്നെ നിന്നു. അതിൽ മധു ഉണ്ണാൻ വന്ന വണ്ടുകൾ അങ്ങനെ തന്നെ നിന്നു. ഒരു നിമിഷം കൃഷ്ണൻ രാധാ സംഗമം. പ്രണയത്തിന്റെ രാജകുമാരനും പ്രണയത്തിന്റെ രാജകുമാരിയും സംഗമിക്കുന്നു.
പ്രണയത്തിന്റെ രാജകുമാരന്റെ കണ്ണുകളിലേക്ക് പ്രണയത്തിന്റെ രാജകുമാരിയുടെ കണ്ണുകൾ കോർക്കുന്നു. ഒരു നിമിഷം, ആ ഒരു നിമിഷം കഴിഞ്ഞതും നദികൾ വീണ്ടും ചലിച്ചു, സമുദ്രങ്ങൾ വീണ്ടും ചലിച്ചു, കാറ്റ് വീണ്ടും വീശി, വണ്ടുകൾ പറന്നു നടന്നു. ശിവനും ബ്രഹ്മാവും സ്വർഗ കന്യകമാരും ദീർഘനിശ്വാസം വിട്ടു. അപ്പോൾ രാധ ചോദിച്ചു, നിന്റെ പേര് കണ്ണൻ എന്നാണോ? അപ്പോൾ കണ്ണൻ അല്പം കൗതുകത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അതെ. എന്നിട്ട് കണ്ണൻ ചോദിച്ചു, നിന്റെ പേരോ? അപ്പോൾ വളരെ മധുരമായ ശബ്ദത്തിൽ നാണിച്ചുകൊണ്ട് പറഞ്ഞു, രാധ. കൃഷ്ണൻ പറഞ്ഞു, രാധ രാധ. 2-3 തവണ കൃഷ്ണൻ പറഞ്ഞിട്ട് പറഞ്ഞു, രാധേ, നിന്നെപ്പോലെ സുന്ദരമാണല്ലോ നിന്റെ നാമവും. എത്ര മനോഹരമാണ് നിന്റെ നാമം, അതുപോലെ മനോഹരമാണ് നീയും. രാധ വല്ലാതെ നാണിച്ചു. രാധ മനസ്സിൽ പറഞ്ഞു, മധുരമായ വാക്കുകൾ പറയാൻ ഈ കണ്ണനെ കവിഞ്ഞേ ഉള്ളൂ ആരും. അപ്പൊ കൃഷ്ണൻ രാധയോട് വീണ്ടും ചോദിച്ചു, രാധയെ, നിന്റെ കാര്യത്തിൽ ഞാൻ വല്ലാതെ വിഷമിക്കുകയാണ് ഒരു ഉത്തരം പറയാൻ. അപ്പൊ രാധാറാണി എന്തെന്നർത്ഥത്തിൽ നോക്കി. കൃഷ്ണൻ അപ്പോൾ ഓടക്കുഴലിങ്ങോട്ട് എടുത്തിട്ട് രാധയുടെ കവിളിലൊന്ന് തട്ടി. കൂരിത്തരിച്ചു പോയി രാധ. ആ കവിളിലൊന്ന് തട്ടിയിട്ട് കൃഷ്ണൻ പറഞ്ഞു, ഞാൻ ഇത്രയും നേരം ആലോചിക്കുകയാണ്, രാധയാണോ മനോഹരം, രാധ എന്ന നാമമാണോ മനോഹരം? രാധേ, നിന്റെ നാമമാണോ അതോ നിന്റെ രൂപമാണോ ഏതാണ് മനോഹരമെന്ന് പറയാൻ പറ്റുന്നില്ല. എന്നിട്ട് കൃഷ്ണൻ രാധയുടെ ചെവിയുടെ അടുക്കലേക്ക് വന്നു. കൃഷ്ണന്റെ ചുണ്ടുകൾ ചെവിക്കടുക്കലേക്ക് നീങ്ങി. രാധ അടിമുടി കോരി തരിച്ചുപോയി. കൃഷ്ണൻ രാധയുടെ ചെവിയിൽ വന്നിട്ട് പറഞ്ഞു, ഈ പ്രപഞ്ചത്തിൽ സുന്ദരമായി ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് കൃഷ്ണനെന്നല്ല, രാധയെന്നാണ്. രാധയോളം സുന്ദരമായ ഒരു നാമം വേറെ ഇല്ല. രാധാറാണി വിചാരിച്ചു, ആരെയും മയക്കാൻ ഇവൻ ബഹുമിടുക്കനാണ്. അപ്പോൾ പറഞ്ഞു, വാ കണ്ണ, നമുക്ക് വീട്ടിലേക്ക് പോകാം. രാധാറാണി കണ്ണന്റെ കൈകളിൽ പിടിച്ചു. അതെ അതെ, ആദ്യത്തെ സ്പർശനം പ്രണയത്തിന്റെ രാജകുമാരന്റെ കൈകളിലേക്ക് പ്രണയത്തിന്റെ രാജകുമാരി കൈകൾ വെച്ചപ്പോൾ പ്രണയത്തിന്റെ രാജകുമാരൻ ആ കൈകളിൽ മുറുകെ പിടിച്ചു. കൃഷ്ണന് തന്നിലൂടെ ഒരു വൈദ്യുതി പ്രവാഹം ഉണ്ടാകുന്നത് പോലെ തോന്നി. രാധയ്ക്കും തോന്നി. രാധ കൃഷ്ണനെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. വൃഷഭാനു ആ രംഗം കണ്ട് അതീവ സന്തുഷ്ടനായി. വൃഷഭാനു പറഞ്ഞു, നിങ്ങൾ കുറച്ചു ദിവസം എൻ്റെ വീട്ടിൽ തങ്ങുക നന്ദൻ, നിങ്ങൾക്ക് ഭവനം നിർമ്മിക്കുന്നത് വരെ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും നന്ദനും യശോദാമ്മയും വൃഷഭാനുവിന്റെ വീട്ടിൽ തങ്ങി. അന്ന് കൃഷ്ണൻ ഭക്ഷണം കഴിക്കുന്നത് കൗതുകത്തോടാണ് രാധ നോക്കിക്കൊണ്ടിരുന്നത്. കൃഷ്ണനും ബലരാമനും കൂടെ ഒന്നിച്ചൊരു മുറിയിൽ കിടക്കുകയാണ്. രാധയ്ക്ക് വേറൊരു മുറിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എങ്ങനെയെങ്കിലും പ്രഭാതമാകണം. രാധ കാത്തിരുന്നു. നേരം വെളുത്തു തുടങ്ങിയപ്പോൾ രാധ പതുക്കെ കൃഷ്ണൻ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. വാതില് പതുക്കെ തുറന്നു. കൃഷ്ണനും ബലരാമനും ഉറങ്ങുന്നു. കൃഷ്ണന്റെ പൊന്നോടക്കുഴല് സമീപത്തിരിക്കുന്നു. പെട്ടെന്നാണ് രാധാറാണി ഞെട്ടിപ്പോയത്. രാധാറാണി സ്തംഭിച്ചു നിന്നുപോയി. ഒരഞ്ചല കൃഷ്ണന്റെ തലയുടെ അടുക്കലിങ്ങനെ ഇരിക്കുന്നു. രാധാറാണി ശബ്ദമുണ്ടാക്കാതെ നടന്നു. കാരണം വിളിച്ചു പോയാൽ കൃഷ്ണൻ ഉണർന്നാൽ, കൃഷ്ണൻ എഴുന്നേറ്റാൽ ഈ സർപ്പം കൃഷ്ണനെ ദംശിച്ചാലോ. രാധാറാണി ശബ്ദമുണ്ടാക്കാതെ നടന്നടുത്തു വന്ന് ആ അഞ്ചലനാഗ സർപ്പത്തിന്റെ പത്തിയുടെ താഴെയിലൂടെ തന്റെ ശിരസ് കുനിച്ച് കൃഷ്ണന്റെ തലയിലേക്ക് വീണിട്ട് പറഞ്ഞു, കൃഷ്ണ രക്ഷപ്പെടൂ, കൃഷ്ണ നീ രക്ഷപ്പെടൂ, എന്നെ ദംശിച്ചോട്ടെ, നിന്നെ തൊടാൻ ഞാൻ അനുവദിക്കില്ല, നിന്നെ തൊടാൻ
തൊടാൻ ഞാൻ അനുവദിക്കില്ല. കൃഷ്ണൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു, ബലരാമനും ചാടി എഴുന്നേറ്റു. അപ്പോൾ ബഹളം കേട്ട് മറ്റുള്ള മുറികളിലുള്ളവരും എല്ലാം ഓടി വരാൻ തുടങ്ങി. കൃഷ്ണൻ ചോദിച്ചു, എന്താണ്? ഒരു സർപ്പം കൃഷ്ണ, അതെന്നെ ദംശിച്ചോട്ടെ, നീ രക്ഷപ്പെടൂ കൃഷ്ണ, നീ രക്ഷപ്പെടൂ കൃഷ്ണ. കൃഷ്ണനും ബലരാമനും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും നന്ദനും വൃഷഭാനുവും എല്ലാവരും നോക്കി. അവര് പറഞ്ഞു, രാധേ, ഇവിടെ എങ്ങും പാമ്പില്ല. രാധാറാണി പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് പറഞ്ഞു, ഞാൻ കണ്ടതാണ്. അഞ്ചലനാഗ സർപ്പം തല വിരിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടതാണ്. അവിടെ എല്ലാം അവര് നോക്കിയിട്ട് എങ്ങും കണ്ടില്ല. രാധേ, നിനക്ക് തോന്നിയതാണ്. രാധ പതുക്കെ കൃഷ്ണന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, തോന്നിയതല്ല, തോന്നിയതല്ല കൃഷ്ണ. കൃഷ്ണൻ പുഞ്ചിരിച്ചു. കൃഷ്ണൻ പറഞ്ഞു, രാധേ, രാധേ, നിന്റെ സ്വന്തം ജീവൻ എനിക്ക് വേണ്ടി ദാനം തരാൻ തയ്യാറായ രാധേ, കണ്ടിട്ട് നിമിഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ സമയത്തും വേറെ നിന്റെ സ്ഥാനത്താരാണെങ്കിലും ആ സർപ്പത്തെ കണ്ട് പേടിച്ചോടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ സർപ്പത്തിന്റെ പത്തിക്ക് കൊത്താൻ പാകമായിട്ട് നീ നിന്റെ ശിരസ് താഴ്ത്തി കൊടുത്തു. കൃഷ്ണൻ രാധയുടെ കൈകൾ തൻ്റെ കൈക്കുമ്പിളിലാക്കിയിട്ട് പറഞ്ഞു, രാധേ, എന്റെ പ്രാണനു വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറായ രാധേ, നീ എൻ്റെ പ്രാണനാണ്. ഈ നിമിഷം മുതൽ എൻ്റെ പ്രാണൻ നീയാകുന്നു. നിനക്കെന്തെങ്കിലും സംഭവിക്കുന്നത് വരെ ഈ കൃഷ്ണന് യാതൊന്നും സംഭവിക്കില്ല. എന്നിട്ട് കൃഷ്ണൻ രണ്ട് കൈകൾ കൊണ്ട് രാധയുടെ മുഖം കോരിയെടുത്തിട്ട് പറഞ്ഞു, രാധേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഐ ലവ് യു. ആദ്യമായി പ്രണയത്തിന്റെ രാജകുമാരിയുടെ മുഖം തൻ്റെ കൈകളിൽ കോരിയെടുത്തിട്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഐ ലവ് യു. രാധേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നൂറ്റാണ്ടുകൾ കടന്നുപോയിട്ടും ഇന്നും ആ ശബ്ദം കാതോർത്താൽ വായുവിൽ കേൾക്കാം. രാധേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പ്രണയത്തിന്റെ രാജകുമാരി കോരിത്തരിച്ചുപോയി, അടിമുടി കോരിത്തരിച്ചുപോയി. രാധാറാണി മന്ത്രമധുരമായി പതുക്കെ വിളിച്ചു, കണ്ണാ, കണ്ണാ. യുഗങ്ങൾക്കപ്പുറത്ത് നിന്ന് ആരോ വിളിക്കുന്നതായിട്ട് കണ്ണന് തോന്നി. കണ്ണാ. കൃഷ്ണൻ വിളിച്ചു, രാധേ. രാധാറാണി പറഞ്ഞു, കണ്ണാ, എൻ്റെ ഹൃദയമിടിപ്പ് നീയാണ്, എൻ്റെ ആത്മാവ് നീയാണ്. കണ്ണാ, കണ്ണനില്ലാതെ രാധയില്ല. രാധേ, എൻ്റെ പുല്ലാങ്കുഴൽ നീയാണ് രാധേ, എൻ്റെ പുല്ലാങ്കുഴലിൻ്റെ നാദം നീയാണ് രാധേ. അത് പറഞ്ഞ് കണ്ണൻ രാധയെ ഒന്നുകൂടി തന്നിലേക്ക് അമർത്തി. രാധയാകട്ടെ ഒരു മുയൽക്കുട്ടിയെ എന്ന വണ്ണം കണ്ണന്റെ നെഞ്ചിനോട് ചേർന്നു നിന്നു. ആ നെഞ്ചിലെ സ്നേഹത്തിന്റെ ചൂടിൽ രാധ ഉരുകുകയായിരുന്നു. കണ്ണൻ പറഞ്ഞു, രാധേ, ഈ കണ്ണന്റെ പീലിത്തിരുമുടി നീയാണ് രാധേ, കണ്ണൻ ചൂടുന്ന മയിൽപ്പീലി നീയാണ് രാധേ, കണ്ണന്റെ വനമാല നീയാണ് രാധേ, കണ്ണന്റെ പീതാംബരം നീയാണ് രാധേ. രാധയില്ലാതെ കണ്ണനില്ല. രാധ ഒരു പുൽക്കടി പോലെ
ഒരു പുൽക്കൊടി മഞ്ഞു തുള്ളിയിലേക്ക് ചായുന്നത് പോലെ കൃഷ്ണനിലേക്ക് ചാഞ്ഞു. കൃഷ്ണൻ എന്ന മഞ്ഞു തുള്ളിയിൽ ചേർന്നു നിന്നു. കണ്ണൻ രാധയെ ആത്മാവിലേക്ക് ചേർത്തു. പ്രപഞ്ചത്തിന്റെ സകല പ്രണയവും കണ്ണൻ ആവാഹിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ സകല പ്രണയവും ആവാഹിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ സകല പ്രണയവും ആവാഹിച്ചു കണ്ണൻ രാധയുടെ നെറ്റിയിൽ ചുണ്ടമർത്തി. അതിന്റെ കുളിർമയിൽ രാധ ലയിച്ചു നിന്നു. എന്നിട്ട് രാധയുടെ ചെവിയിൽ മന്ത്രിച്ചു, ഞാൻ ഇന്നു മുതൽ കൃഷ്ണനല്ല, രാധാകൃഷ്ണനാണ്, രാധാകൃഷ്ണനാണ്. രാധ പറഞ്ഞു, കണ്ണാ, ഞാൻ ഇന്നു മുതൽ രാധയല്ല, ഞാൻ ഇന്നു മുതൽ രാധയല്ല, ഞാൻ കൃഷ്ണന്റെ രാധയാണ്, ഞാൻ കൃഷ്ണന്റെ രാധയാണ്. കൃഷ്ണരാധ, കൃഷ്ണരാധ. എന്നിട്ട് രാധ മന്ത്രമധുരമായി കൃഷ്ണനെ വിളിച്ചു, എൻ്റെ രാധാകൃഷ്ണ, എൻ്റെ മാത്രം രാധാകൃഷ്ണ. കണ്ണൻ രാധയെ ആത്മാവിലേക്ക് അമർത്തി, ആത്മാവിലേക്ക് അമർത്തി. കണ്ണനേത് രാധയേതെന്നറിയാൻ വയ്യാത്ത തരത്തിൽ അവർ ലയിക്കുകയാണ്, ലയിച്ചു ലയിച്ചു നിൽക്കുകയാണ്. പ്രപഞ്ചം നിശ്ചലമായി നിൽക്കുകയാണ്. രാധ വീണ്ടും വിളിച്ചു, എൻ്റെ രാധാകൃഷ്ണ. കൃഷ്ണൻ വിളിച്ചു, എൻ്റെ കൃഷ്ണരാധേ. ആ വിളി ഗോലോകം, ബ്രഹ്മലോകം, സകല കൈലാസം, വൈകുണ്ഠം എല്ലായിടങ്ങളിലും ആ വിളി മുഴുകി. സ്വർഗ കന്യകമാരും ദേവസ്ത്രീകളും അസൂയയോടെ നോക്കാൻ തുടങ്ങി. അതേ പ്രപഞ്ചം അമ്മാനമാടുന്ന, സുദർശന ചക്രം വിരലിലിട്ട് അമ്മാനമാടുന്ന നാരായണൻ, നാരായണൻ ലോകമാതാവിനെ നെഞ്ചോട് ചേർത്ത് വിളിച്ചു, എൻ്റെ കൃഷ്ണരാധേ, എൻ്റെ കൃഷ്ണരാധേ, എൻ്റെ മാത്രം കൃഷ്ണരാധേ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. കൃഷ്ണന്റെ രാധേ രാധേ, കൃഷ്ണ രാധേ രാധേ, രാധേ രാധേ, കൃഷ്ണ രാധേ രാധേ, രാധേ രാധേ, കൃഷ്ണ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ. ഓം കൃഷ്ണരാധേ നമഃ, ഓം കൃഷ്ണരാധേ നമഃ, ഓം കൃഷ്ണരാധേ നമഃ.